അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താജുൽ ഉലൂം മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വാർത്താശ്രവ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ലോകത്തെമ്പാനും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്രവാചക നിന്ന എന്ന് പറയുന്നത്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസാരപ്പെടുത്തി സംസാരിക്കുകയും എഴുതുകയും ചെയ്യുക എന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. മക്ക എന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന് 40 വയസ്സുവരെ അവിടെ ജീവിക്കുമ്പോൾ ആ സമൂഹം നബിതങ്ങളെ വിളിച്ച ഒരു സുന്ദരമായ പേരുണ്ട്. അത് അൽ അമീൻ എന്നതാണ്. അഥവാ സത്യസന്ധൻ, വിശ്വസ്തൻ എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന ഒരു അറബി പ്രയോഗമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ വിളിക്കാനുള്ള കാരണം അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നു. ആർക്കും ഒരു പരാതിയില്ലാത്ത, ഒരു തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താൻ കഴിയാത്ത സുന്ദരമായൊരു ജീവിതത്തിൻ്റെ, സത്യസന്ധമായ ജീവിതത്തിൻ്റെ, ധാർമ്മികമായ ഒരു ജീവിതത്തിൻ്റെ മുന്നണി പോരാളിയായി കണ്ടു എന്നതാണ് അന്ന് ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്. 40 വയസ്സ് പ്രായമെത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരായി നിയോഗിച്ചത്. പ്രവാചകരായി നിയോഗിച്ച വാർത്ത സമൂഹത്തെ അറിയിക്കുമ്പോൾ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആ സമൂഹത്തിലെ ചില ആളുകളൊക്കെ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു എന്നത് ചരിത്രങ്ങളിൽ രേഖപ്പെട്ടു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിയും സത്യസന്ധമായ കാര്യം തുറന്നു പറയുമ്പോൾ അതിനെ എതിർക്കുവാനും അതിനെതിരെ സംസാരിക്കുവാനും സത്യം പറയുന്ന വ്യക്തികളെ ഇകഴ്ത്തുവാനും നിസ്സാരപ്പെടുത്തുവാനും തുനിയുക എന്നത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി നിയോഗിക്കപ്പെട്ട അന്നു മുതൽക്ക് നബിതങ്ങളുടെ പദവികളെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നത് ചരിത്ര താളുകളിൽ രേഖപ്പെട്ടു കിടക്കുകയാണ്. എന്നാൽ സത്യം എവിടെയുണ്ടോ അതിനൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ച ഒരാളാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫറോവ എന്ന ചക്രവർത്തി. റബ്ബ്, ഏകനായ റബ്ബ് അത് അള്ളാഹുവാണ്. അവിടെയാണ് ഫറോവ വാദിച്ചത് അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചത്. അപ്പൊ ഏതൊരു ഒറിജിനാലിറ്റിക്കും അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ടാകും എന്നത് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകർ ആയി, കള്ളപ്രവാചകരായി പല ആളുകളും രംഗത്ത് വന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യത്തിൻ്റെ വിഷയങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ സത്യം പറയുന്ന വ്യക്തിയെ ഇകഴ്ത്തി കാണിക്കുക എന്നത് ശത്രുക്കളുടെ ഒരു ലക്ഷ്യമാണ്, ഒരു തന്ത്രമാണ്, ഒരു ഹിഡൻ അജണ്ടയാണ് എന്നത് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരൊക്കെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ, എവിടെ വെച്ച് ഇകഴ്ത്തിയാലും നിസ്സാരപ്പെടുത്താൻ ഉദ്ദേശിച്ചാലും അതൊന്നും ലോകത്ത് വിലപ്പോകുകയില്ല എന്നതാണ് ചരിത്രം ഇന്നലകളിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുല്യതയില്ലാത്ത മനുഷ്യനാണ്. കടപിടിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്നേഹ സമ്പന്നമായ സന്ദേശങ്ങൾ ലോകം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് നടക്കുമ്പോൾ ഇത് നബിതങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുവാനും നബിതങ്ങളെ നിസ്സാരപ്പെടുത്തുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ആദ്യമായി വിവാഹം കഴിക്കുമ്പോൾ 25 വയസ്സ് പ്രായമാണ് നബിതങ്ങൾക്കുള്ളത്. ചെറുപ്പക്കാരനായ ഒരു യുവാവ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവാചകരായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. 25 വയസ്സ് പ്രായം. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുമായിട്ടുള്ള വിവാഹ ആലോചന നടക്കുന്നു. ഖദീജ ബീവിയുടെ അന്നത്തെ വയസ്സ് 40 വയസ്സ്. 40 വയസ്സ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കപ്പെടാത്ത ഒരു സ്ത്രീ അല്ലായിരുന്നു ആ സമയത്ത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിധവയായിരുന്നു. 40 വയസ്സുള്ള വിധവയായ ഖദീജ ബീവിയെ 25 വയസ്സുള്ള തീർത്തും സുന്ദരനായ ഒരു നല്ല ചെറുപ്പക്കാരനാണ് വിവാഹം കഴിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിവാഹത്തിൽ നിന്ന് ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന യാഥാർത്ഥ്യം, ഒരു വിവാഹം കഴിച്ച് അടിച്ച് പൊളിച്ച് ഹണിമൂണുകൾ നടത്തി സുഖിച്ച് ഉല്ലസിച്ച് രതി വിഷയങ്ങൾക്ക് വേണ്ടി, ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം വിവാഹം കഴിച്ച ഉദ്ദേശ്യം അല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള നബിതങ്ങൾ വിവാഹം കഴിക്കേണ്ടത്, ആ ഫസ്റ്റ് വിവാഹം തന്നെ കഴിക്കേണ്ടത് അതിനേക്കാൾ വയസ്സ് കുറഞ്ഞ, പ്രായം കുറഞ്ഞ ഒരു 17 18, ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മധുര 17കാരി എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു നബിതങ്ങൾ വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. പക്ഷെ അല്ല, 40 വയസ്സുള്ള വിധവയായിരുന്ന ഒരു സ്ത്രീയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നാം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് മറ്റ് സ്ത്രീകളെ നബിതങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളത്. അത് കൃത്യമായ കാരണങ്ങൾ അതിന് ആ വിവാഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിക്കുകയും 9-ാമത്തെ വയസ്സിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുക എന്നത് ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടം നാം പരിശോധിക്കണം. 1500 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ചരിത്രമാണ് നാം ഈ പറയുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ചെറുപ്പക്കാരികളെ വിവാഹം കഴിച്ച എത്ര വലിയ വലിയ ആളുകളുണ്ട്. ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അതെല്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വയസ്സ് കുറഞ്ഞ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, അതിനേക്കാളും അപ്പുറത്തുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു വിവാഹമായിരുന്നു അത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിവാഹം കഴിച്ചു എന്ന് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് തീർത്തും അബദ്ധവാദമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് മൂടിവെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്, അത്തരം പ്രചരണങ്ങൾ നടത്തി നബിതങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു പ്രത്യേകമായ മതത്തിനോട് കൂറുള്ളത് കൊണ്ടല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്, ഹൈന്ദവ മതമുണ്ട്, അതേപോലെ തന്നെ സിഖ് മതമുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഉള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാർ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി സംസാരിക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. എന്നാൽ ഏതു മതത്തിലും വൈകാരികമായി ചിന്തിക്കുന്നവരും തീവ്രവാദപരമായി ചിന്തിക്കുന്നവരും വർഗീയപരമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർ കാരണം മതത്തിന് നാം കുറ്റം പറയരുത്. അത് ഏതു മതമായിരുന്നാലും ശരിയാണ്. ആ ഒരു വ്യക്തികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നാം ഒരിക്കലും
ഒരു മതത്തിനെയും കുറ്റം പറയരുത്. പരിശുദ്ധ ഇസ്ലാം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയവും അത് തന്നെയാണ്. അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, അതിനെ നിസ്സാരപ്പെടുത്തരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്, ലോകത്ത് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പറയേണ്ടതില്ലല്ലോ. എല്ലാവർക്കും നല്ല കോമൺ സെൻസ് ഉള്ള ആളുകളാണ്, ചിന്തിക്കാൻ കഴിയുള്ള ആളുകൾ, വിവേകമുള്ള വിശേഷ ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഇവിടെ ജീവിക്കുന്നതും താമസിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാം അതൊന്നും വിശ്വസിക്കരുത്. യഥാർത്ഥമായ ചരിത്രമാണ് നാം പഠിക്കേണ്ടത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കണം എന്നതാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോടും മുസ്ലിം അല്ലാത്ത മറ്റു മതവിശ്വാസികളോടും എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. മുസ്ലിം സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു ഇസ്ലാമിൻ്റെ ഒരു നല്ല സൗന്ദര്യമുണ്ട്. അത് അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇസ്ലാമിക സൗന്ദര്യം മുസ്ലിമീങ്ങളിൽ നിന്നാണ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളും മുസ്ലിമീങ്ങൾ അനുധാവനം ചെയ്യുകയും മുസ്ലിം അല്ലാത്ത മറ്റു മതവിശ്വാസികൾ അവർ മനസ്സിലാക്കേണ്ടത്, അവർ അവരവരുടെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാളെപ്പോലും നിസ്സാരപ്പെടുത്താതെ ആരെയും, അത് മുസ്ലിങ്ങളായിരുന്നാലും മുസ്ലിങ്ങൾ അല്ലാത്തവരായിരുന്നാലും ഒരാളെപ്പോലും നിസ്സാരപ്പെടുത്താതെ, ഞാൻ പറയുന്നു പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നും അതിൽ 1 പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണം എന്ന് പഠിപ്പിച്ച നായ എന്ന് പറയുന്ന ജീവി, അറബിയിൽ അതിന് കൽബ് എന്നാണ് പറയുന്നത്, നായ എന്ന് പറയുന്ന ജീവി, ആ നായയെപ്പോലും നാം നിസ്സാരപ്പെടുത്തി സംസാരിക്കരുത് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം ഈ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരാളെയും നിസ്സാരപ്പെടുത്താൻ കഴിയില്ല, അത് ചെയ്യാനും പാടില്ല, ചെയ്യുകയും ചെയ്യരുത് എന്നതാണ് ഞാൻ ഇവിടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, മുസ്ലിം നാമധാരികളായ ആരെങ്കിലും അത്തരം വിഷയങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമോ ഇസ്ലാമിൻ്റെ പണ്ഡിത സമൂഹമോ അതിന് ഉത്തരവാദികളല്ല. അതിന് ആ വ്യക്തിയാണ് അതിന് ഉത്തരവാദി. അതേപോലെ തന്നെ മറ്റു മതവിശ്വാസികളും അവർ ആരെയും നിസ്സാരപ്പെടുത്താതെ എല്ലാവരുടെയും നന്മകൾ പറയട്ടെ. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇന്ത്യ രാജ്യം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വർഗീയതയല്ല വേണ്ടത്, നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനമല്ല വേണ്ടത്, നമ്മുടെ രാജ്യത്ത് വേണ്ടത് സ്നേഹമാണ്. പരിശുദ്ധ ഇസ്ലാം അത് വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം അത് എല്ലാവരിലേക്കും തുറന്നു കാണിക്കേണ്ട ഒന്നാണ്, കൊടുക്കേണ്ട ഒന്നാണ് സ്നേഹം എന്നുള്ളത്. അത് വലിയൊരു ആനന്ദമാണ്, വലിയൊരു അനുഭൂതിയാണ് സ്നേഹം എന്നുള്ളത്. ആ സ്നേഹം എല്ലാവർക്കും കൊടുത്തുകൊണ്ട് മനുഷ്യർ മനുഷ്യരായി, മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യരായി ഇന്ത്യയിൽ, ഈ രാജ്യത്ത് നമ്മൾ ജീവിച്ചാൽ വളരെ സുന്ദര മനോഹരമായ പഴയകാല കേരളത്തിലേക്കും പഴയകാല ഇന്ത്യയുടെ ചരിത്രത്തിലേക്കും നമുക്ക് തിരിച്ചു പോകാൻ കഴിയുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തി, വർഗീയത നടത്തരുത്, വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കരുത്, തീവ്രവാദം ഇവിടെ പ്രവർത്തിക്കരുത്. അത് ആരായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും അതൊന്നും നാം പ്രോത്സാഹിപ്പിക്കരുത്. തീവ്രവാദത്തിനെതിരെ, വർഗീയതക്കെതിരെ, ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ നമ്മൾ ഓരോരുത്തരും എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ആ സൗന്ദര്യം, ആ സ്നേഹം, ആ സന്തോഷം, ആ സൗഹൃദ ബന്ധങ്ങൾ അത് നാം പഠിച്ചുകൊണ്ട് അത് നിലനിർത്തി ജീവിക്കണം. അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് താജുൽ ഉലൂം മീഡിയ യൂട്യൂബ് ചാനൽ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ച് ഈ ചാനലിൻ്റെ
പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.